മല്ലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഡിഫൻഡറായ ഹോർമിത് റോയിവ ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകളുണ്ടെന്നും അദ്ദേഹത്തെ ഒരു ISL ക്ലബ്ബ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യുവതാരമായ ലാൽദാൻ മാവി എന്ന പേരുള്ള ഒരു യുവ വിങ്ങറെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ന്യൂസ് ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് അപ്ഡേഷനിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആ ഒരു വീഡിയോസിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു യുവ വിങ്ങറെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹാഫേ ഫുട്ബോളിൻ്റെ കറസ്പോണ്ടന്റ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിലെ താരമായിരുന്ന ഡാനിഷ് ഫറൂഖിനെ ചെന്നൈയിൻ FC സൈൻ ചെയ്തതായിക്കൊണ്ട് ഇപ്പോൾ എക്സ് അക്കൗണ്ടുകളിൽ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ഡാനിഷ് ഫറൂഖ് ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ചെന്നൈയിൻ FCയിലേക്കാണ് ഡാനിഷ് ഫറൂഖ് കൂടുമാറുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ താരമായ ഹോർമിത് റോയിവയെ സ്വന്തമാക്കാനും ചെന്നൈയിൻ FC ഇൻട്രസ്റ്റഡ് ആണെന്നും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണെന്ന രീതിയിലാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു എക്സ് അക്കൗണ്ട് റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഹോർമിത് ചെന്നൈയിൻ FC സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏതായാലും അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരും ദിവസങ്ങളിൽ അവരുടെ ഒരു വിദേശ സൈനിങ് ഒഫീഷ്യലാക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരുപക്ഷെ അതൊരു ഫോറിൻ സൈനിങ് ആയേക്കുമെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നോഹയുടേതാവാനാണ് സാധ്യതകൾ കാണുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.